പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൽ 3 തരത്തിലുള്ള മനുഷ്യരുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യത്തെ വിഭാഗം സംഭവങ്ങൾ സമ്മാനിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ്. മൂന്നാമത്തേത് സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ. സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരും സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരും കളി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ പോലെയാണ്. എന്നാൽ സംഭവങ്ങൾ സമ്മാനിക്കുന്നവരാണ് സത്യത്തിൽ കളിക്കുന്ന കളിക്കാരെ പോലെയുള്ള മനുഷ്യർ. കളിയുടെ അവസാനത്തിൽ കാണികൾക്ക് സമ്മാനം കിട്ടില്ല, കളിക്കുന്നവർക്ക് മാത്രമേ സമ്മാനങ്ങൾ സ്വന്തമാവുകയുള്ളൂ. ജീവിതം നമ്മൾ ഏത് തരത്തിലുള്ളവരാണെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം. വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യനായി മാറിയതിൻ്റെ മനോഹരമായ സ്മരണയാണല്ലോ ക്രിസ്തുമസായി നമ്മൾ ആഘോഷിക്കുന്നത്. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ നമുക്കാവും. ക്രിസ്തുവായി മാറ്റപ്പെടാനും നമ്മളെ കൊണ്ട് സാധിക്കും. അവിടെയാണ് ജീവിതത്തിൻ്റെ നന്മ എപ്പോഴും കൂടെയുണ്ടാവുക എന്ന് തിരിച്ചറിയാൻ. സുവിശേഷം എന്തിനു വേണ്ടിയുള്ളതാ? വായിക്കാനും പഠിക്കാനും പറയാനും പ്രസംഗിക്കാനും മാത്രമാണോ? സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരും സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരും മാത്രമേ ആയിത്തീരുകയുള്ളൂ. സത്യത്തിൽ സുവിശേഷം ജീവിക്കാനുള്ളതാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തു സംഭവം ലോകത്തിന് സമ്മാനിക്കുന്ന അനുഗ്രഹീത മനുഷ്യരായി മാറ്റപ്പെടുക. സുവിശേഷത്തിൻ്റെ സ്വരമാകാൻ, സുവിശേഷത്തിൻ്റെ ജീവിതമാകാൻ നമ്മുടെ ജീവിതത്തെ ഈ ക്രിസ്മസ് നാളിൽ സ്നേഹപൂർവ്വം നമുക്കൊരുക്കാം. സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരോ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരോ മാത്രമല്ല, ലോകത്തിന് ക്രിസ്തു സംഭവത്തെ സമ്മാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമകളായി തീരാൻ ഈ ക്രിസ്മസ് നോമ്പ് നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കും.